കരുത്തയായ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി കൊമ്പുകോർക്കാൻ BJP ബംഗാളിലേക്ക് അയച്ച മലയാളിയായ CV ആനന്ദബോസ് അവിടെ ഇപ്പോൾ ഗവർണർ പദവിയിൽ തിളങ്ങുകയാണ്. സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിലും ക്രമസമാധാന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലുമടക്കം വിവിധ വിഷയങ്ങളിൽ മമതയുമായി ഏറ്റുമുട്ടലിലാണ് ഗവർണർ. സർവകലാശാലകളിൽ സർക്കാർ നിർദ്ദേശിച്ച പട്ടികയിൽ നിന്ന് വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ അനുയോജ്യരായ 6 പേരെ ഗവർണർ CV ആനന്ദബോസ് തെരഞ്ഞെടുത്തത് സുപ്രീം കോടതി ശരിവെച്ചതാണ് ഒടുവിൽ ആനന്ദബോസിൻ്റെ നേട്ടമായി മാറിയത്. കേരള കേഡർ മുൻ IAS ഉദ്യോഗസ്ഥനായ ആനന്ദബോസ് കോട്ടയം സ്വദേശിയാണ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ കളക്ടറായിരുന്നു. ചീഫ് സെക്രട്ടറി റാങ്കിൽ കേന്ദ്ര സെക്രട്ടറി ആയിട്ടാണ് വിരമിച്ചത്. 2019 BJPയിൽ ചേർന്നത്. കേരളത്തിലെ സാഹചര്യങ്ങൾക്ക് സമാനമായി പശ്ചിമ ബംഗാളിലും സർവകലാശാല ഭരണത്തിൽ ഗവർണർ സർക്കാർ പോരാട്ടം നടക്കുന്നതിനിടെയാണ് സുപ്രീം കോടതി വിധി. സർവകലാശാല ഭരണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവർണറും മുഖ്യമന്ത്രിയും ശ്രമിക്കണമെന്ന് സുപ്രീം കോടതി ആഴ്ചകൾക്ക് മുമ്പ് നിർദ്ദേശിച്ചിരുന്നു. അതുപ്രകാരം മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഗവർണർ CV ആനന്ദബോസും 2 തവണ കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് VCമാരായി നിയമിക്കുന്നതിന് പരിഗണിക്കേണ്ട 31 പേരുകളുടെ പട്ടിക സർക്കാർ സമർപ്പിച്ചു. ആ പട്ടികയിൽ നിന്നാണ് 6 പേരെ ഗവർണർ തിരഞ്ഞെടുത്തത്. VCമാരായി നിയമിക്കേണ്ടവരുടെ കൂടുതൽ പേരുകൾ ഗവർണറുടെ ഓഫീസിന് കൈമാറാനും സംസ്ഥാന സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. VC നിയമവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഒഴിവാക്കാൻ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനും നിർദ്ദേശമുണ്ട്. VC നിയമനത്തിന് ഗവർണർ സെർച്ച് കമ്മിറ്റികൾ രൂപീകരിക്കാൻ ഗവർണർ പലവട്ടം ശ്രമിച്ചെങ്കിലും സെനറ്റ് പ്രതിനിധികളെ നൽകാതെ സർക്കാർ തടയിടുകയായിരുന്നു. കേരള, MG, കുസാറ്റ്, മലയാളം, കാർഷികം, ഫിഷറീസ്, നിയമം, സാങ്കേതികം, കണ്ണൂർ യൂണിവേഴ്സിറ്റികളിലുമാണ് VCമാരില്ലാത്തത്. ചാൻസലർ, UGC, സെനറ്റ് അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് പ്രതിനിധികളാണ് സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടാവേണ്ടത്. എല്ലായിടത്തും സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റ് പ്രതിനിധിയെ നൽകാത്തതാണ് പ്രശ്നം. അതിനിടയിൽ ടെക്നോളജി യൂണിവേഴ്സിറ്റിയിൽ VCയെ നിയമിക്കാൻ ഗവർണറെ മറികടന്ന് സർക്കാർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് ഏറെ വിവാദമായിരുന്നു.